ഹലോ, ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, വോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ. സെക്ഷൻ 196. According to this section, a company shall not appoint or employ a managing director or manager at the same time. അതായത് ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്ത് ഒരു കമ്പനി ഒരിക്കലും മാനേജിംഗ് ഡയറക്ടറെയോ അല്ലെങ്കിൽ ഒരു മാനേജറെയോ സെയിം ടൈമിൽ നിയമിക്കാൻ പറ്റില്ല. Further, a company shall not appoint or re-appoint any person as its managing director or manager or full-time director or a term exceeding 5 years at the time, and no reappointment shall be made earlier than 1 year before the expiry on his term. അതായത് ഒരു കമ്പനി മാനേജിംഗ് ഡയറക്ടറെയോ അല്ലെങ്കിൽ ഫുൾ ടൈം ഡയറക്ടറെയോ 5 വർഷത്തേക്കാൾ കൂടുതലുള്ള കാലയളവിലേക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യില്ല, റീഅപ്പോയിൻമെൻറ്റ് ചെയ്യില്ല. അയാളുടെ ഡയറക്ടറിൻ്റെ എക്സ്പയറിക്ക് മുന്നേ ഉള്ള 1 ഇയർ ഉള്ളിൽ അത് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യില്ല. പിന്നെ കറണ്ട് ടേമിൻ്റെ 3-ാമത്തെ വർഷത്തെ ലാസ്റ്റ് 1 ഇയറിൻ്റെ നെക്സ്റ്റ് ടേമിലേക്ക് ആയിരിക്കും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യുക. This means company may reappoint them for next term in last 1 year of the current term. അതായത് കറണ്ട് ടേമിൻ്റെ ഒരു വർഷത്തിന് മുൻപ് അതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ടേമിലേക്ക് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആണ് പറയുന്നത് പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ്. Subject to the provisions of section 197 and schedule B, a managing director, full-time director or manager shall be appointed, and the term and conditions of such appointment and remuneration payable be approved by the board of directors at a meeting, which shall be subject it to approved by a resolution at the next general meeting of the company and the central government in case such appointment is at variance to the conditions specified in the schedule. അതായത് സെക്ഷൻ 196 ഇത് സബ്സെക്ഷൻ 4. ഇതിൽ മാനേജിംഗ് ഡയറക്ടറെയോ ഫുൾ ടൈം ഡയറക്ടറെയോ ഈ സെക്ഷൻ 196 സെക്ഷൻ ബിയിൽ പ്രൊവിഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. പിന്നെ ഷെഡ്യൂൾ ബിയിൽ അതുപോലെ തന്നെ സെക്ഷൻ 196 സബ്സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവരെ മാനേജിംഗ് ഡയറക്ടറെയോ ആൾ ടൈം ഡയറക്ടറെയോ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ, അവരുടെ ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടുന്ന മീറ്റിങ്ങിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടാവണം. അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റെമ്യൂണറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കണം. അഥവാ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനെതിരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുക? കമ്പനി അല്ല അപ്പോയിൻമെൻറ്റ് ചെയ്യുക, ബൈ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതായത് ഈ ജനറൽ മീറ്റിങ്ങിൽ ആ നോട്ടീസ് കാണിക്കുമല്ലോ. അപ്പോൾ ആ നോട്ടീസ് അതിലൊന്നും വായിക്കേണ്ടത് എ നോട്ടീസ് കൺവീനിങ് ബോർഡ് ഓർ ജനറൽ മീറ്റിംഗ് or considering such appointment shall include the terms and conditions of such appointment, remuneration payable and such other matters including interest of a director or directors in such appointment if any. അത് ഈ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുപോലെ തന്നെ അവരുടെ ഡയറക്ടറിന് കൊടുക്കുന്നു. റെമ്യൂണറേഷൻ പിന്നെ മറ്റു മാറ്റേഴ്സൊക്കെ അതായത് ഡയറക്ടറിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും റിലേറ്റ് ചെയ്യുന്ന മറ്റ് മാറ്റേഴ്സാണ് പറയുന്നത്.
ആ നോട്ടീസിലൂടെ അവതരിപ്പിക്കുന്നത് ഡയറക്ടറിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും റിലേറ്റ് ചെയ്യുന്ന മറ്റു മാറ്റേഴ്സ് ആണ്. പിന്നെ റിട്ടേൺ ഇൻ ദ prescribed from shall be filled within 60 days of such appointment with the register. Where an appointment of a managing director, full-time director or manager is not approved by the company at a general meeting, any act done by him before such approval shall not be deemed to be invalid. അതായത് അപ്പോയിൻമെൻറ്റിന് 60 ദിവസത്തിനുള്ളിൽ രജിസ്റ്ററിന് മുന്നിൽ പ്രിസ്ക്രൈബ് ചെയ്യണം. അതായത് മാനേജിങ് ഡയറക്ടറോ ഹാൾ ടൈം ഡയറക്ടറോ മാനേജറോ അപ്പോയിൻമെൻറ്റ് ആ കമ്പനി ആ ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്തില്ല എങ്കിൽ അപ്പോയിൻമെൻറ്റ് കമ്പനി ആ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ അയാൾ ആ അപ്രൂവിന് മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ ആക്റ്റും ഇൻവാലിഡ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Apart from this, Part 1 of Schedule V contains certain conditions which must be satisfied by a person to be eligible for appointment as managing director, full-time director or manager without a approval of the central government. അതായത് ഷെഡ്യൂൾ ബിയുടെ പാർട്ട് 1 അതിനെ ബേസ് ചെയ്തിട്ട് മാനേജിംഗ് ഡയറക്ടറെയോ ഓൾ ടൈം ഡയറക്ടറെയോ മാനേജിംഗ് ഡയറക്ടറെയോ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനെയോ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. സെക്ഷൻ 196(3) പാർട്ട് 3 ആസ് പെർ ദിസ് സെക്ഷൻ നമ്പർ കമ്പനി ഷാൾ അപ്പോയിൻറ്റ് ഓർ കണ്ടിന്യൂ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് എനി പേഴ്സൺ as its managing director, full-time director or manager who. അതായത് സെക്ഷൻ 196 സബ്സെക്ഷൻ 3 പ്രകാരം മാനേജിംഗ് ഡയറക്ടറെയോ മാനേജറൊക്കെയോ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ പ്രകാരം 21 വയസ്സിന് താഴെയുള്ള ആളെ 7 വയസ്സിന് മുകളിലുള്ള ആളെയോ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 70 വയസ്സിനുള്ള ആളെ ഡയറക്ടറായി കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിലപ്പോൾ കുറച്ച് ജസ്റ്റിഫിക്കേഷൻ ആ നോട്ടീസിലുണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ബിലോ ദ ഏജ് ഓഫ് 21 years or has attained the age of 70 years. The appointment of a person who has attained the age of 70 years may be made by passing a special resolution in which case of explanatory statement annexed to the notice for such motion shall indicate the justification for appointing such person. അത് അങ്ങനെ പറഞ്ഞാൽ ഒരു 70 വയസ്സിനുള്ള ആളെ നമ്മൾ ഡയറക്ടറെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം പറഞ്ഞില്ലേ. അത് എന്തിനെക്കുറിച്ചാണ് പറയുമ്പോൾ ഹീസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ഇതാണ് ഒന്നത്തെ പറയുന്നത് ജസ്റ്റിഫിക്കേഷനായിട്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് has at any time suspended payment to his creditors or has at any time made a composition with them. അങ്ങനെ പറഞ്ഞാൽ അയാളുടെ ക്രെഡിറ്റേഴ്സായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അയാളെ സസ്പെൻഡ് ചെയ്യാം എന്നാണ് പറയണത്. അവരുടെ ക്രെഡിറ്റേഴ്സായിട്ട് ഒരു കോമ്പോസിഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അടുത്ത പറഞ്ഞാൽ ഹാസ് അറ്റ് എനി ടൈം ബീൻ കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ആൻ ഒഫൻസ് ആൻഡ് സെൻറ്റൻസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 6 months. എന്നുവെച്ചാൽ ഏതൊരു ടൈമിൽ അയാൾ ഒരു ഒഫൻസ് ചെയ്ത് അയാൾ ശിക്ഷിക്കപ്പെടും 6 മാസത്തിൽ കൂടുതൽ. ഏതൊരു ടൈമിലും അയാൾ
ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. അത് 6 മാസത്തേക്കോ കൂടുതൽ ശിക്ഷാ കാലാവധി ഉണ്ടാവുമെന്നാണ് പറയണത്. ചെയ്യുന്നതിനെയോ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. കണ്ടീഷൻസ് ഏതൊക്കെ പറയുമ്പോൾ, he had not been sentenced to imprisonment for any period or to a fine exceeding 1,000 rupees for the conviction of an offence under any of the acts mentioned in Part 1, Schedule B of the Companies Act 2013. അതായത് ഷെഡ്യൂൾ ബിയിൽ കമ്പനീസ് ആക്ട് പാർട്ട് 1 എന്തെങ്കിലും എതിരായിട്ട് അയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനയാൾ 1000 രൂപ പിഴ അടച്ചിട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അയാൾ ഏതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആളാവരുത്, ശിക്ഷിക്കപ്പെട്ട ആളായിരിക്കരുത്. ആ ശിക്ഷയ്ക്ക് അയാൾ ഫൈൻ അടച്ചിട്ടുണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത്, he had not been detained for any period under the Conservation of Foreign Exchange and the Prohibition of Smuggling Activities Act 1974. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അയാൾ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് പറയും സ്മഗ്ലിങ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിങ് ആക്ടിവിറ്റീസ് ഒന്നും അത് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല എന്നാണ് പറയണത്. പിന്നെ പറയുന്നത്, he has completed the age of 21 years and has not attained under the age of 70 years. അത് 21 വയസ്സ് കഴിഞ്ഞ് ബട്ട് ഒരു 70 വയസ്സായിട്ടില്ല, അങ്ങനത്തെ നാളും ആണ് പ്രായ വ്യത്യാസം അതിൽ പറയണത്. പിന്നെ സെക്ഷൻ where he is a manager person in more than one company, he draw remuneration from one or more companies subject to the selling provided in section B or part 2. അതായത് സെക്ഷൻ ബി പാർട്ട് 2 പ്രകാരം ഒന്നിലധികം കമ്പനികൾ അയാൾ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹീസ് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം, ഇന്ത്യൻ ആയിരിക്കണം എന്നാണ് പറയണത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 7 വർഷം ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം എന്നാണ് പറയണത്. അടുത്തത് പറയുമ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനാണ്. Disqualification. Certain prohibitory provisions are there with regard to the appointment of managing director, full-time director and manager of a company in section 196(3) part 3. As per this section, number company shall appoint or continue the employment of any person as its manager, managing director, full-time director or manager who. അതായത് സെക്ഷൻ 196